ഹലോ. തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ നിങ്ങളെല്ലാവരും. അപ്പോൾ തമ്പനയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ തുടക്കക്കാർ എങ്ങനെയാണ് PSC പഠിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. PSC പഠിക്കുന്ന തുടക്കക്കാർ എന്ത് ചെയ്യുക, ആദ്യം ഒരു ഏത് എക്സാമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിൻ്റെ സിലബസ് നിങ്ങളുടെ കയ്യിൽ വേണം. അതിൻ്റെ ഒരു പ്രിൻ്റ് നിങ്ങൾ എടുത്തു വയ്ക്കുക. എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ ടോപ്പിക്കാണ് ആ ഒരു എക്സാമിന് ചോദിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിൻ്റ് എടുത്ത് വയ്ക്കുക നിങ്ങൾ കേട്ടോ. പിന്നെ PSC പഠനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ വാങ്ങിക്കുക, നമ്മൾ ആദ്യം തന്നെ ഒരു റാങ്ക് ഫയൽ മേടിക്കും അല്ലേ. അപ്പോൾ ഈ റാങ്ക് ഫയൽ മേടിച്ചിട്ട് ഈ തുടക്കക്കാർക്ക് എന്താണ് സിലബസ് അറിയില്ല, എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, ഒന്നും അറിയില്ല അവർക്ക്. അപ്പോൾ അവർ ആദ്യം തന്നെ റാങ്ക് ഫയൽ മേടിച്ചിട്ട് അതിൻ്റെ ഒറ്റ ബുക്കല്ലല്ലോ അത് 2 or 3 വോള്യൂംസൊക്കെ ഉള്ള ബുക്സാണ് അതുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പേജുകളുടെ എണ്ണം കണ്ടിട്ട് ആകെ കിളി പോയ അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക. അപ്പോൾ അവരെന്താണ് ഇതെങ്ങനെയാണ് പഠിക്കുക, ഏതൊക്കെയാണ് പഠിക്കുക, ഇതെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതാണ്, എക്സാം ആകുമ്പോഴെങ്കിലും തീരും, അങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ അവർ പോവും. അപ്പോൾ എന്താണ് അതോട് കൂടിയിട്ട് ആ ഒരു എന്താണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ പഠനം അവസാനിപ്പിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പോയി മേടിച്ചത് റാങ്ക് ഫയലാണ്. അപ്പോൾ ഈ റാങ്ക് ഫയൽ 3 വോള്യൂംസ് ഞാൻ വാങ്ങിച്ചായിരുന്നു ലക്ഷ്യയുടെ. അപ്പോൾ ആ വോള്യൂംസ് കണ്ടിട്ട് തന്നെ ഞാൻ പഠിത്തം സ്റ്റാർട്ടിങ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വോള്യൂംസ് കണ്ടിട്ട് തന്നെ ഞാൻ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു. പിന്നെ എന്താണ് യൂട്യൂബിൽ നിന്നും ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് സിലബസ് ഉണ്ട്. അപ്പോൾ ആ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും PSC എക്സാം എന്താണ് നമുക്ക് നേടാൻ കഴിയുമെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ റാങ്ക് ഫയൽ വാങ്ങിക്കാതിരിക്കുക. നമ്മളൊന്ന് ഒരു എയിമായിട്ട് എന്ത് ചെയ്യുക, റാങ്ക് ഫയലൊക്കെ മേടിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, സിലബസ് ഏതൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ റാങ്ക് ഫയൽ മേടിക്കുമ്പോൾ നമുക്കൊരു ഉപകാരമാണ്. കാരണം എക്സ്ട്രാ പോയിൻറ്റ്സ് അതിലുണ്ടായിരിക്കും. പിന്നെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൽ പറഞ്ഞിട്ടുള്ള സിലബസൊക്കെ നമ്മൾ എന്താണ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്, SCERT കേട്ടോ. 5 മുതൽ 10 വരെയുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മൾ എന്താണ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ബുക്സൊക്കെ അവൈലബിൾ ആണല്ലോ SCERTയുടെ. അപ്പോൾ അതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങിക്കാം. നമ്മൾ ഈ SCERT വെറുതെ വായിച്ചു പോവല്ല വേണ്ടത്. നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വിടണം. എന്നാലേ നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ എന്താണ് ഈസി ആയിട്ട് തോന്നുള്ളൂ. കാരണം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റ്സ് മാത്രം നമുക്ക് കവർ ചെയ്ത് പോയാൽ മതിയല്ലോ. അല്ലെങ്കിൽ SCERT നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും, കുട്ടികൾക്ക് വർക്ക് കൊടുത്തതും അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ഉണ്ടായിരിക്കും അതിൽ. അപ്പോൾ അതൊന്നും ആവശ്യമില്ലാത്തതാണ് നമുക്ക്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ ഒരു പോയിൻറ്റ്സ് മാത്രം നമുക്ക് റിവിഷൻ ചെയ്താൽ മതി, റിവിഷൻ സമയത്ത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ദിവസം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യണം. എന്നാലേ ഉള്ളൂ PSC ഏത് ഏരിയയിൽ നിന്നാണ് റിപ്പീറ്റ് ചെയ്ത് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ LGS ലെവലിലുള്ള എക്സാംസിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അധികവും. അപ്പോൾ നമ്മൾ PYQ ചെയ്താലേ ഉള്ളൂ എന്താണ് ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. PYQs നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഏത് എക്സാമാണോ അതിൻ്റെയൊക്കെ PYQs അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതിലേതെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് നമ്മൾ PYQ എന്താണ് സെറ്റാക്കുക കേട്ടോ. അപ്പോൾ PYQ ചെയ്താലേ ഉള്ളൂ നമുക്ക് ഏത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് നമ്മൾ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് കറണ്ട് അഫേഴ്സ്. നമ്മൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയല്ല, ഡെയിലി നമ്മൾ കറണ്ട് അഫേഴ്സ് എഴുതുമ്പോൾ അതിനോടൊപ്പം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. അതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കാരണം അത്രത്തോളം ഉണ്ടല്ലോ.
എന്ത് കറണ്ട് അഫേഴ്സ്. പിന്നെ PSC ബുള്ളറ്റിൽ വരുന്ന കറണ്ട് അഫേഴ്സാണ് മിക്കവാറും PSC എക്സാമിന് വരാറുള്ളത്. PSC ബുള്ളറ്റിലുള്ള കറണ്ട് അഫേഴ്സ് ഉള്ള ഒരുപാട് ചാനൽസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ചാനലിലൂടെ ഞാൻ 2025 ജാനുവരി തൊട്ടിട്ട് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് നവംബറിൽ ആദ്യ ലക്കത്തിൽ വന്നിട്ടുള്ള PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് വരെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഈ ചാനലിൽ കയറിയിട്ട് PSC ബുള്ളറ്റിനുള്ള കറണ്ട് അഫേഴ്സ് നോക്കാം. അപ്പോൾ ഇതല്ലാണ്ട് വേറെ ഒരുപാട് ചാനൽസിൽ PSC ബുള്ളറ്റിൽ വരുന്ന കറണ്ട് അഫേഴ്സ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും നോക്കാം കേട്ടോ. ഒരുപാടുണ്ടല്ലോ, യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സോഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ആയിരുന്നു നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടത് ഈ PSC എക്സാം എഴുതുമ്പോൾ. ഇപ്പോൾ ഒക്കെ നമ്മൾ ഫോണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നുള്ളത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ സബ്ജക്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കേണ്ട വേണം. കാരണം ഓരോന്നിനും 10 മാർക്ക് വീതമാണ്. നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 സബ്ജക്റ്റ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. മാത്സിൻ്റെ, ഇംഗ്ലീഷിൻ്റെയും അതുപോലെ മലയാളമൊക്കെ ആയാലും ഒരുപാട് ക്ലാസ്സസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളതൊക്കെ സെർച്ച് ചെയ്ത് കാണുക കേട്ടോ. അപ്പോൾ കണ്ടിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.